ആക്ഷൻ. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പിന്നോക്ക സമുദായത്തിൽ നിന്ന് കയറി വന്ന് എന്താ പറയാ എല്ലാവർക്കും ഒരു മാതൃകയാവേണ്ട ആയിരുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അതായത് കലാഭവൻ, വിനായകൻ, അതുപോലെ വേടൻ, ഇവരൊക്കെ സലിംകുമാർ അല്ലേ? സലിംകുമാർ ശരിക്കും പറഞ്ഞ ഇൻഡസെന്റ് അങ്ങനെയൊന്നുമില്ല, സലിംകുമാറല്ല. അപ്പൊ ഇവരൊക്കെ നല്ല രീതിയിൽ വരണം എന്ന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നടന്മാരാണ് ഇവര് 4 പേര്. അതുപോലെ തന്നെ 4 അല്ല 3 പേര്. അതുപോലെ പാട്ടുകാരൻ, വേടന്റെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടാവുള്ള. അത് നമ്മൾക്ക് ഇപ്പോഴും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. വേടന്റെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ വേടൻ വൈറലായി തുടങ്ങിയപ്പോൾ ശേഷമാണ് ഞാൻ ഈ വേടന്റെ പാട്ടൊക്കെ ഞാൻ വണ്ടിയിൽ ആളുടെ പാട്ട് വെച്ച് വൈബടിച്ചിട്ട് വന്നത്. ആ പാട്ടൊക്കെ നല്ല രസമാണ്. അതുപോലെ വിനായകന്റെ അഭിനയം, അത് ഞാൻ ഈ പറയുന്ന പടം മുഴുവൻ മറന്നുമില്ല. ഒന്നാമനല്ലടോ, മോഹൻലാലിന്റെ ഒരു പടമുണ്ട്. അതായത് മോഹൻലാലിന്റെ പടത്തിന്റെ പേര് ഒന്നാമനിലാണ് മാജിക് മാന്ത്രികം. മാന്ത്രികത്തില് എനിക്ക് മാന്ത്രികത്തിലാണ് ഹൈവേയിലാണോ എനിക്കറിയില്ല. മാന്ത്രികത്തിലാണ് ഞാൻ കാണുന്നത്, വിനായകനെ ശ്രദ്ധിക്കുന്നത്. അപ്പോ അതിനുശേഷം പിന്നെ വിനായകൻ പല സിനിമകൾ കാണുമ്പോഴും നമുക്ക് ഒരു നെഗറ്റീവായിട്ടാണ് ആളെ ഒരു കളർ ബേസ് ചെയ്ത് ചതിക്കാതെ ജന്തുവിലായാലും കരിമ്പൂന്നൊക്കെ പറഞ്ഞ്. അല്ല, അതുപോലെ തന്നെ വേറെ ഒരു നമ്മുടെ ബിജു മേനോനും ജയറാം പോലീസ് ഓഫീസറായിട്ട് ചെയ്യുന്ന ഒരു പടം ഉണ്ടായിരുന്നു. ആ പടത്തിലൊക്കെ ഇവരുണ്ട്. പക്ഷെ എല്ലാം ഒരു നെഗറ്റീവ് ഒരു സാധനമായിട്ട് കൊടുത്ത് പോയിക്കൊണ്ടിരുന്ന വിനായകൻ അങ്ങനെ പ്ലേസ് ചെയ്ത് 80-90 കാലഘട്ടങ്ങളിൽ സൈഡ് റോള്. പക്ഷെ എന്നാ അതിന് ഡയലോഗുകളൊന്നും ഇല്ല. പക്ഷെ അതിൽ നിന്ന് വിനായകൻ വന്നു. ശരിക്കും പറഞ്ഞാൽ അമൽനീരന്റെ സിനിമകളിലാണ് ഭയങ്കര ബ്യൂട്ടി ആയിട്ട് വിനായകനെ പ്രസന്റ് ചെയ്യാൻ തുടങ്ങിയത്. അതുപോലെ അതായത് നമ്മുടെ യോബിന്റെ പുസ്തകമാണ് കുറച്ചുകൂടി ബ്യൂട്ടി ആയത്. അതുപോലെ തന്നെ ബിഗ് ബിയിലുണ്ട്, നല്ല റോൾ ചോട്ടോബയിലുണ്ട്. പക്ഷെ ഇതിലാണ് സൂപ്പർ. ഇതിലാണ് നമ്മുടെ ബാച്ചിലർ പാർട്ടി. ഫക്കീർ ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അമൽനീരനൊക്കെ ചോദിക്കുമ്പോൾ പറയാം. പക്ഷെ വിനായകനെ പ്രസന്റ് ചെയ്യാനായിട്ട്, അതായത് ഇന്റർനാഷണൽ ആന്ന് പറഞ്ഞത് നമുക്ക് എവിടെയും പ്ലേസ് ചെയ്യാം. ഡ്യൂഡ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടു വരുമ്പോ വിനായകൻ എന്ന് പറഞ്ഞ ഒരാള്, പക്ഷെ കലാഭവൻ ഇപ്പോ നമ്മൾക്കറിയാം, അത് പുള്ളിക്ക് വേണമെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ഒരാളുടെ എത്രമാത്രം കൂടി ആസ്തിയുള്ള ആളായിരുന്നു. പുള്ളിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അന്നത്തെ കാലത്ത് മരിച്ചിട്ട് തന്നെ ഏകദേശം 9 കൊല്ലമായി. അതിന് മുമ്പാണ് പുള്ളി അത്രയും പൈസ ഒരു ഇതിൽ നിന്ന് ഉണ്ടാക്കിയത്. ആ സിനിമയും പുള്ളിയുടെ കഴിവ് കൊണ്ട് പൈസ ഉണ്ടാക്കിയത്. അതെ, പക്ഷെ പുള്ളി ഈ പറയുന്ന സമൂഹത്തിൽ എല്ലാവർക്കും ഇഷ്ടവും ഇപ്പോഴും ഇഷ്ടവുമായിട്ടുള്ള ആളായിരുന്നു. അത് പുള്ളിയുടെ വേർപാട് ഭയങ്കര വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോ കലാഭവൻ അങ്ങനെ ഒരു ഇതിലേക്ക് പോയി. അതെ, അതുപോലെ തന്നെ ഇപ്പൊ വേടനാണെങ്കിലും അത് ഒളിവിലാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിനായകൻ ശരിക്കും പറഞ്ഞ ഇവരൊക്കെ പറയുന്നു പിന്നോക്ക സമുദായത്തിനെ വളരെയധികം വിമർശിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ എനിക്കത് കാണുമ്പോൾ ഇത്രയും നാളുകളായി ഇവരൊക്കെ ശരിക്കും ഉന്നതിയിൽ വന്നു. ഇവരുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾ എന്നാ ശരി, അവർക്ക് ഒന്ന് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വന്നൂടെ എന്നാണ് എന്റെ ചോദ്യം. ശരിക്കും ഇവരൊരു മാതൃകയാവേണ്ട ആൾക്കാരല്ലേ? അല്ലെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരി, മറ്റുള്ളവരാരും ചെയ്യുന്നില്ല, എല്ലാം മുന്നിന്റെ ജാതിക്കാർ നമ്മൾ ചീത്ത പറയുന്നു. ഓക്കെ, ഇവർക്ക് തന്നെ എന്താ ഞാൻ ഇത്രയും ആളുകളെ ഞാൻ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊന്നും ഇതുവരെയായിട്ടും വിനായകൻ പറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ ഇവരൊക്കെ ഒന്നും ചെയ്തു. കലാഭവൻ പിന്നെയും ഒരുപാട് ചെയ്തിട്ടുണ്ട്. മരണം പക്ഷെ വളരെ ഇതായിപ്പോയി എന്നല്ലാതെ. അപ്പൊ അങ്ങനെ ഒരു ഉയർത്തിക്കൊണ്ടുവരാൻ, സ്വന്തം കൂട്ടത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ഇവരൊന്നും മുൻപന്തിയിൽ നിൽക്കുന്നതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. മറ്റേ ഇപ്പൊ നമ്മുടെ അയ്യങ്കാളിയുടെ ഒരു പരിപാടിയിൽ വന്നിട്ട് വേടൻ ഒരുപാട് സ്പീച്ചൊക്കെ ഒരുപാട് നടത്തിയെങ്കിലും അതിനുശേഷം ആ ഒരു ആൾക്കാരെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പാടില്ല. കാരണം അവൻ പിന്നെയും അത് അന്നിപ്പോ ലഹരി കേസ് വന്ന സമയത്തൊക്കെ ഞാൻ ഇത് ഉപയോഗിച്ചു, പിള്ളേരെ നിങ്ങൾ ഉപയോഗിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു. അതേപോലെ പെണ്ണ് കേസായി. അപ്പൊ ഒരുപാട് ട്രോൾസ് വരുന്നുണ്ട്. അതായത് ഞാൻ പീഡിപ്പിച്ചിട്ട് നിങ്ങളും പീഡിപ്പിക്കില്ലേ, നമ്മൾ തെറ്റ് ചെയ്തിട്ട് നിങ്ങളത് ചെയ്യല്ലേ എന്ന് സമൂഹത്തിനോട് മെസ്സേജ് കൊടുത്തിട്ട് ഒരു കാര്യമൊന്നുമില്ല. ഞാനത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഉപയോഗിക്കില്ല എന്നുള്ള കാര്യങ്ങളും പിന്നെ നമ്മള് വേടനെ പറ്റി അന്വേഷിക്കുകയും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അത് നമുക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇവരെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, ഞങ്ങളുടെ ഒരു മുഖച്ഛായ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിനായകൻ നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ വേടനെ നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റും. അങ്ങനെ കാണിക്കാൻ പോകുന്ന ഒരാളുകളാണ് ശരിക്കും പറഞ്ഞാൽ വിനായകനും വേടനും കലാഭവമണിയൊക്കെ. അപ്പൊ ഇവരുടെ ക്യാരക്ടർ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. അതായത് എല്ലാവർക്കും അവരുടേതായ ദോഷം ക്യാരക്ടർ ഉണ്ടാവും, നല്ല ക്യാരക്ടർ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഇപ്പൊ പൊതുസമൂഹത്തിൽ വന്നിട്ട്
നിങ്ങളുടെ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്യും. ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യും. വേടനെ ആയാലും കലാമണിനെ ആയാലും വിനായകനെ ആയാലും ഇൻഫ്ലുവൻസ് ചെയ്യും. ആ സമയത്താണ് നേക്കഡായിട്ട് പറയാ തെറികൾ എഴുതിയിടുക. ശരിയാണ്, തെറി ഇവിടുത്തെ നാട്ടിലെ പണ്ടുണ്ടായിരുന്ന ഭാഷകളൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ടാവുമായിരിക്കാം. പക്ഷേ വേടൻ ഈ പറയല വിനായകൻ ഇങ്ങനെ കാണിക്കുമ്പോ നിങ്ങളെ കാണുന്ന അല്ലെങ്കിൽ നിങ്ങളെ കേൾക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. വിനായകനെ കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവരെയും ഇതേപോലെ പിന്നോക്ക സമുദായങ്ങളെ ഇത് വെച്ച് ജഡ്ജ് ചെയ്യാം. കാരണം അല്ലേ പിന്നോക്ക സമുദായങ്ങൾ ഇത് വെച്ച് ജഡ്ജ് ചെയ്യാൻ പറ്റൂല എന്ന് ആർക്കറിയാം. അതാ ജാതിയിലുള്ളവരല്ല, അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ്, ലഹരി ഉപയോഗിക്കും, അങ്ങനെയുള്ളൊരു ഒരു അടിച്ചമർത്തൽ ഇവര് കാരണം. ഇത് ഓൾറെഡി അങ്ങനെ ഒരു സംഭവം നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. കുറെ ഇവരങ്ങനെയാണ്, അവർ ഇങ്ങനെ കോളനി ടൈപ്പ് ഓഫ് സാധനമായിരിക്കും എന്നുള്ളൊരു സംഭവം പറയാറുണ്ട്. അപ്പൊ ഇവര് ഇത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയി, ഇത്ര പാട്ടിലായാലും വേറെ ഇത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വന്നു, വിനായകൻ നല്ല ആക്ടിങ് ചെയ്ത് ഇത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയി വന്ന ഇവര് രണ്ടുപേരിൽ നിന്നും ഇങ്ങനെ വരുമ്പോ നമുക്ക്, അതായത് ഈ ആ സമുദായത്തിലുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ബാഡ് ആയിട്ടാണ് ഉണ്ടാവുക എല്ലാവർക്കും. അല്ല, ഞാൻ പറയുന്നത് ഈ ലഹരി ഉപയോഗിക്കുന്നത് ഇവര് മാത്രമല്ല. പക്ഷെ ലഹരി ഒന്നാമത്തെ ഇവര് തന്നെ അതായത് പിന്നോക്ക സമുദായമാണെന്ന് പറഞ്ഞ് ആള് നെഗറ്റീവ് അടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഇവരൊക്കെ ഇങ്ങനെയാണെന്ന് സമൂഹങ്ങൾക്ക് ഞങ്ങളെ കുറിച്ചുള്ള ധാരണ ഇങ്ങനെയാണെന്ന് പറയുന്നു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും അതിൽ നിന്ന് ജയിച്ച് മുന്നോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഈ ജയിച്ച് മുന്നോട്ട് വന്ന കുറച്ച് ആളുകളുണ്ട്. അവരെ കാണുമ്പോ ഈ മറ്റുള്ള ആളുകൾ പറയുന്നത്, അതായത് ഞങ്ങൾ വിനായകനെ കണ്ടിട്ടുണ്ടാ, ഇവനൊന്നല്ല അടിപൊളി മനുഷ്യനാണ് എന്ന് പറയാൻ പറ്റുമോ? വേട നോക്കൂ എന്ന് പറയുമ്പോൾ പറയാൻ പറ്റുന്നില്ല. അപ്പൊ പറയും മറ്റുള്ളവർ എന്തിനാണ് മറ്റുള്ളവർ അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഇവരതിപ്പോ പെടാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ തന്നെ ഇവര് അപ്പൊ തന്നെ ഞാൻ മിക്കപ്പോഴത്തെ കമന്റ് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിലും വളരാൻ സമ്മതിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചമർത്താൻ ശ്രമിക്കും. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരെയും അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വളരെയധികം മോശമായിട്ടാണ് നമുക്ക് തോന്നാറ്. കാരണം എന്തിനാണ് ഇതിനൊക്കെ പറയുന്നത്? എത്രയോ ആളുകൾ ഞാൻ ചെറുപ്പം മുതലേ കാണുന്നതാണ്. പലവരും ഇപ്പൊ കോളനി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും മാറി താമസിക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. പല ആളുകൾ അവിടെ നിന്ന് മാറണം, രക്ഷപ്പെട്ടു പോരണം. പക്ഷെ ഈ രക്ഷപ്പെട്ടു പോരുന്ന അവിടെ തന്നെ ഉള്ള ഇവർക്ക് ഈ പറയുന്ന ഇൻസ്പയർ ആവേണ്ട ആളുകൾ തന്നെ അവിടെ തന്നെ. ഇനി ഇപ്പൊ ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, നന്നായിട്ട് നീ വലിയ പടത്തക്കാരൻ, നീ വലിയ അങ്ങനത്തെ ആള് എങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെ ഡോമിനേറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് മറ്റുള്ളവരെ പഴി പറഞ്ഞുകൊണ്ടിരിക്കും, അവനല്ലെങ്കിലും വലിയ ജാതിയായതുകൊണ്ട് രക്ഷപ്പെട്ട്, ഇവനല്ലെങ്കിൽ ഈ ജാതിയായതുകൊണ്ട് രക്ഷപ്പെട്ട്. കാലം മാറി, ആർക്കും രക്ഷപ്പെടാം. ആറ്റിറ്റ്യൂഡ്, നിക്കുക, പൊളിക്കുക. നമ്മളെ തെറ്റ് ചെയ്യാത്തവരാരുമില്ല. ഇപ്പൊ ഞാൻ തെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ എല്ലാവരും തെറ്റുകൾ ചെയ്യാം. പക്ഷെ നാളെ നമുക്ക് തെറ്റിനെ നേരെയാക്കാൻ കഴിയും. നമുക്ക് ഇല്ലേ, നമുക്ക് നേരെയാക്കാൻ കഴിയും. നമുക്ക് വേണമെങ്കിൽ നമ്മളിപ്പോ സിഗരറ്റ് വലിക്കുകയോ നമ്മളിപ്പോ എന്തെങ്കിലും ലഹരി ഉപയോഗിക്കുകയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമുക്കത് മാറ്റാം. നമ്മൾ ചെയ്യുന്നില്ലെന്ന് പറയുന്നില്ല. നമ്മുടെ തെറ്റിദ്ധാരണകൾ കൊണ്ടും നമ്മുടെ അറിവുകൾ കൊണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമുക്കതിൽ നിന്ന് മാറാനൊരു അവസരം ഉണ്ടാവില്ലേ? അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിനായകനൊക്കെ വന്ന് വീണ്ടും അവരിങ്ങനത്തെ ഒരു ആളുകളാണ്. എന്നിട്ട് അവര് പറയുകയും ചെയ്യും ഞങ്ങൾ വലിയ എന്താ പറയുക പിന്നോക്കക്കാരാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നോക്കക്കാരായതുകൊണ്ട് മാത്രം വിമർശിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കറുത്തിരിക്കുന്നതുകൊണ്ട് വിമർശിക്കുന്നു എന്ന് പറയണ ഒരുപാട് സംഭവമുണ്ട്. ഇപ്പൊ നമ്മുടെ തമിഴ് തന്നെ ഒരുപാട് പേര് കറുത്തിരിക്കുന്നവരുണ്ട്, പിന്നോക്കമുള്ളവരും സിനിമയിലൊക്കെ തന്നെയുണ്ട്. പക്ഷെ അവരവരുടെ ടാലന്റ്, അവരുടെ മോശം സൈഡ് പുറത്തേക്ക് കാണിക്കാറില്ല. എല്ലാവർക്കും മോശം സൈഡ് ഉണ്ട്. പക്ഷെ ഈ വിനായകൻ ഇപ്പൊ മുണ്ടോക്കി കാണിച്ച സീനൊക്കെ എല്ലാവരും ഷൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബാഡായിട്ടാണ്. ഈ പറഞ്ഞ നമ്മുടെ ഈ ഒരു ഇത്ര 3.5 കോടി മലയാളികൾ ഉണ്ടല്ലോ, അവരിലേക്ക് എത്തുന്നത് നിങ്ങൾ ബാഡായിട്ടാണ് വരുന്നത്. ഇത് ഓൾറെഡി ഒരു തവണ ക്ഷമിച്ചു, അത് രണ്ടാമത്തെ തവണ വിഷയം ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഓരോ തവണ ക്ഷമിച്ച് വരുമ്പോ ഇങ്ങനെ ആലോചിക്കും. ഇപ്പൊ നമ്മളെ വീട്ടിൽ ഇങ്ങനെ പറയും, എന്താണ് വിനായകൻ എന്നാൽ ഇങ്ങനെ വീണ്ടും ഇതിങ്ങനെ ചെയ്യുന്നത്. ഓരോ തവണ ക്ഷമിച്ചു വിടുന്നത് നിങ്ങൾക്ക് കഴിവുള്ളത് കൊണ്ടാണ്. അതായത് നിങ്ങൾ മറ്റേ ജയിലർ പോലത്തെ വലിയ പടത്തില് രജനീകാന്തിന്റെ കൂടെ അത്രയും വലിയ റോള് കിട്ടിയ ഒരു ആക്ടറാണ് നിങ്ങൾ. ഇപ്പൊ സൗബിന് ഇപ്പൊ നല്ല രീതിയിൽ റോള് വരാൻ പോകുന്നു. അപ്പൊ ഇത്രയും വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ, ഏറ്റവും ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും വലിയ ലെവലിൽ എത്തിയ ആൾക്കാർ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ പാട്ടുകൾ കലാമണിന്ന് തമിഴിന്നല്ല ഇന്ത്യ ഒട്ടുമിക്കവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐശ്വര്യ എന്നുള്ള അതുപോലെ തന്നെ വേടന്റെ പാട്ട് തമിഴിലേക്ക് വരാൻ പോകുന്നു. പിന്നെ വേടൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ, ശരി, അത് ഇന്ത്യയിലൊക്കെ. നേരെ മറിച്ച് ഇപ്പൊ ശ്രീലങ്കയിൽ പോയിട്ട് രാവണനെ അറിയില്ല, ഇന്ത്യ ജനിച്ചൊരുത്തരാണ് ഞാൻ പറയാൻ പറ്റുമോ?
പറയാൻ പറ്റും കേരളത്തിലായതുകൊണ്ടും ഇതൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ ഇപ്പോഴും ഈ പറയുന്ന വേടനായാലും വിനായകനായാലും കലാമണിയായാലും അതൊക്കെ ഞാൻ മാറ്റി നിർത്തുന്നു. ഇപ്പൊ ഈ വിനായകനെ കുറിച്ചാണ് പറയാനുള്ളത്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടേതായ അനിയന്മാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ വേറെ വലിയ ആളുകളെ കുറിച്ചൊന്നും പോകണ്ട. നിങ്ങളുടെ അനിയന്മാരെ നിങ്ങളെ പിന്തുടരാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് നിങ്ങളൊന്ന് പറയും. അതാണ് എനിക്ക് ചോദിക്കുന്നത്. നിങ്ങളുടെ അനിയന്മാർക്ക് നിങ്ങളെ പിന്തുടരുന്ന നിങ്ങളുടെ എന്താ പറയാ നിങ്ങൾ ഫോളോ ചെയ്യുന്ന നിങ്ങളുടെ ഫാൻ ബേസ് കൊണ്ട് നിങ്ങളുടെ വിനായകൻ ചേട്ടൻ അതായെങ്കിൽ എനിക്കാവാൻ പറ്റും, വേടൻ അങ്ങനെ ചെയ്യുന്നില്ല എനിക്കതാവാൻ പറ്റും എന്ന് പറയുന്ന ഞാൻ വീണ്ടും പറയുന്നു, വിനായകൻ ചേട്ടൻ ഞങ്ങളുടെ സമൂഹത്തിലെ വിനായകൻ ചേട്ടൻ ഇങ്ങനെയായി, നല്ല ഒരു ആക്ടറായി, ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു ആക്ടറായി, രജനീകാന്തിന്റെ ഓപ്പോസിറ്റ് ചെയ്യുന്ന വില്ലനായി, വേടൻ എന്ത് ഫേമസ് പാട്ടുകാരനാണ്, റാപ്പ് സോങ്ങിന് കിങ് ആണ് കേരളത്തിൽ, ഇത് തമിഴിലേക്കും വന്ന് എന്ന് പറയാൻ പറ്റുന്ന എന്ന് പറഞ്ഞിട്ട് ഇത്രയും ആളുകൾ നിൽക്കുന്ന സമയത്ത് അവരെ ഒന്ന് നിങ്ങളെ ഫോളോ ചെയ്യാനായിട്ട് അവർക്ക് ഈ പറയുന്ന കുട്ടികൾക്ക് ഇൻസ്പയർ ആവാനായിട്ട് നിങ്ങൾ എന്താണ് അവർക്ക് വേണ്ടി ചെയ്യുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഇത് കണ്ടിട്ട് പറയും ഇത് എന്താ പറയാ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ഈ പ്രശ്നങ്ങൾ. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ഒപ്പം ഒരു സമൂഹം തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് നിങ്ങളുടെ പാട്ടുകൾ ഇഷ്ടമാണ്, നിങ്ങളുടെ അഭിനയം ഇഷ്ടമാണ്, വിനായകന്റെ അഭിനയം ഇഷ്ടമാണ്, വേടന്റെ പാട്ടും ഇഷ്ടമാണ്. പക്ഷെ ഇതിനെല്ലാം റീസൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലഹരിയാണ്. അതായത് അവരുടെ ഇടയിലേക്ക് ലഹരി വന്നത് കൊണ്ടാണ് അവരിങ്ങനെ ആയി എന്നുള്ളൊരു ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കലാഭവൻ മണി മരിക്കാൻ കാരണം ലഹരിയാണ്. നിങ്ങളിപ്പോ ഈ ഇത്ര ദുരന്തം നിങ്ങൾക്ക് വരാനുള്ള കാരണം ലഹരിയാണ്. ചിലപ്പോൾ നിങ്ങൾ ലഹരി എന്ന് പറയുന്ന സാധനത്തിലേക്ക് എന്തുകൊണ്ട് നിങ്ങൾ പൈസ വന്നതുകൊണ്ട് നിങ്ങൾ ലഹരിയിലേക്ക് പോവാതെ മറ്റുള്ള നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. നിങ്ങൾ ലഹരിയിൽ പിടിക്കപ്പെട്ടാലും നിങ്ങൾ മദ്യപിച്ചത് പ്രശ്നം ഉണ്ടാക്കിയാലും നമ്മൾ ഒരുപാട് സമൂഹത്താണ്. അത് ശരിയാണ്, ഒരു മനുഷ്യനാണ്, നമുക്ക് തെറ്റുപറ്റുമെന്ന് കരുതി നിങ്ങളൊപ്പം ഒപ്പം നിന്നിട്ടുണ്ട്. ഇപ്പോഴും പറയുന്ന ഒരു കലാകാരൻ എന്ന നിലയിൽ നമ്മൾ പക്ഷെ നിങ്ങളെ ഇൻസ്പയർ ആവുന്ന യുവത്വം അത് വളരെയധികം മോശമാണ് വിനായക, വേട. അതായത് അവർക്ക് നിങ്ങൾ ഒരു പിണ്ണാക്കം ചെയ്യുന്നില്ല. നിങ്ങളുടെ സമൂഹത്തിന് നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന നിങ്ങൾ പിന്നോക്കം വീണ്ടും വീണ്ടും അവരെ എന്താ പറയാ വിഷമിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ പെരുമാറ്റം എന്നുള്ള കാര്യം. വിനായകനായാലും വേടനായാലും സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് എന്താ പറയാ അവർ നിങ്ങളെ നോക്കി തെറ്റ് ചെയ്യാത്തവരാരും ഇല്ല. ഇപ്പൊ ഒരു നല്ല മനുഷ്യന്മാരും ഇല്ല, അവർക്കെല്ലാം തെറ്റുകളും പറ്റും, അറിവുറവും എല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ വീണ്ടും പഴയ സ്ഥലത്ത് എത്തിച്ചു നിർത്തുകയാണെന്നുള്ളതാണ്. ഇത് അല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വീണ്ടും കമന്റ് ഇടാൻ പോവുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. കാരണം നിങ്ങൾ ഇൻസ്പയർ ആക്കാനായിട്ട് ഒന്നുമില്ലാത്ത, അതായത് നിങ്ങളുടെ ആ കല മാത്രം എടുത്താൽ മാത്രം മതിയാവുള്ളൂ. അല്ലാതെ നിങ്ങളുടെ ജീവിത രീതി ആരെ ഇൻസ്പയർ ചെയ്യും? നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ ഒരുപാട് കലാകാരന്മാരെ അല്ലെങ്കിൽ മക്കളുടെ എന്താ പറയാ മക്കൾ മഹാത്മ്യം, അതായത് മക്കളുടെ ഇനി അപ്പന്മാര് മക്കൾ കൊണ്ടുവരുന്നു. അതായത് നെപ്പോട്ടിസം ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ആരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സിനിമയിൽ? അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ട സിനിമ അതൊക്കെ പോട്ടെ, ഞാൻ പറയുന്നില്ല. അപ്പൊ നിങ്ങൾ 1-2 പേരെയാണ് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? അത് നിങ്ങളൊന്ന് പറയും. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ പറയുന്ന എല്ലാത്തിനും നിങ്ങൾ ഇൻസ്പയർ ആണ്. ഈ പറയുന്ന പോലെ നിങ്ങളുടെ പാട്ടുകൾ ഇഷ്ടമാണ്, അഭിനയം ഇഷ്ടമാണ്, നിങ്ങൾ 3 പേര് നമുക്ക് ഇഷ്ടമാണ്. കലാമണി മരിച്ചു, അതേപോലെ പറഞ്ഞാൽ നിങ്ങൾ 2 പേര് ചെയ്യുന്നത് എന്ത്? വിനായക, അതായത് കലാഭവൻ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത്, ആള് ഒരു സൈഡില് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ ആള് നന്മ. ആ ഒരു സാധനം നിങ്ങൾ ഫോളോ ചെയ്യായിരുന്നെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് താഴ്ത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് കടങ്ങളായാലും ഒരുപാട് വീടുകളും കുടിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരിലേക്ക് നിങ്ങളുടെ കൈകൾ, അതായത് നമ്മൾ ഇവിടുന്ന് ഒരു ഉന്നതിയിലെത്തുമ്പോ ആ ഒരു ആൾക്കാരെ നിങ്ങൾ നോക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അത് കെയർ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം നമുക്ക് അറിയാം, പഠിക്കാൻ പോലും പറ്റാത്ത ആൾക്കാർക്ക് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഈ പറയുന്ന സമുദായത്തില് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ സമുദായത്തിൽ ഉണ്ടാവും. ഈ SC മാത്രമല്ല, വേറെ എല്ലാ ജാതികളിലും പാവപ്പെട്ടവരുണ്ട്. അതല്ല ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പാവപ്പെട്ടവരുടെ കേസ് എന്നല്ല, നിങ്ങൾ കഴിവുകളുള്ളവർ ഉന്നതിയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഈ പറയുന്ന സാധാരണക്കാർക്ക് എന്ത് ചെയ്യുന്നു, നിങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ഇൻസ്പയർ ആവുന്നവരില്, അതായത് നിങ്ങളിൽ എന്താ ഉള്ളത്? വിനായകനും വേടനും നിങ്ങളുടെ അനിയന്മാർക്ക് നിങ്ങളെ കണ്ടു വളർന്നു വരാനായിട്ട് നിങ്ങൾക്ക് എന്താണ് ഇൻസ്പയർ ആവുന്നത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ജാതിവാദികൾ അല്ലെങ്കിൽ മറ്റേത് നിങ്ങൾക്കും വെച്ചൂടെ? ഇപ്പൊ ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പയ്യൻ ഒരു റിയാലിറ്റി ഷോയിൽ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിയെ പേര് പറഞ്ഞപ്പോ എന്റെ പേര് ഇന്ന പേര് പറഞ്ഞിട്ട് ഇഴവൻ ഇട്ടേക്കുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചപ്പോ എനിക്കാണ് എന്താണ് പ്രശ്നം? എന്താ അത് പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ, അവനത് ഇടയാണ്. കാരണം അങ്ങനെയല്ല, നമുക്ക് നമ്മുടെ ജാതിയും മതവും അതൊന്നല്ല, നമ്മളതാണെന്ന് പറഞ്ഞ് നടക്കണം.
അപ്പൊ അത് ജനിച്ചു പോയി എന്ത് ചെയ്യാൻ പറ്റും? അത് വിഷയമുള്ള ആളുകൾക്ക് ഉണ്ടാവും. ഞാൻ പറയുന്നത് അത് പാലുണ്ടെങ്കിൽ പാലിടണമെന്നേ. അങ്ങനെ നടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊന്നും ഒരു അപകർഷതാബോധത്തിന്റെയോ ഒന്നിന്റെയോ കാലമല്ല. നമ്മളതാണെങ്കിൽ നമ്മൾ പുലിയാണ്, അത്രേ ഉള്ളൂ. പിന്നെ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ പറയാനുള്ളത് കഴിഞ്ഞു. വിനായകനും വേടനും വളരെയധികം സമൂഹത്തിൽ ഇവരെ ഇഷ്ടപ്പെടുന്ന ആളുകളെ ശരിക്കും പറഞ്ഞാൽ അതിൽ ഇവരെ സമൂഹത്തിന് വേണ്ടി തന്നെ ഇവരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. വളരെയധികം ഇവരെ പിന്തുടരുന്നവര് വളരെയധികം വിഷമിക്കപ്പെടുന്നു. മാനസികമായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്തവർ പോലും വിഷമിപ്പോടെ ഇവരുടെ പ്രവൃത്തി കണ്ടിട്ട്. ഈ 3-3.5 കോടി ജനങ്ങളിൽ നിന്ന് നിങ്ങളാണ് ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക. അഭിനയത്തിലായാലും വിനായകൻ ചേട്ടൻ ഇത്ര ലെവലിലെത്തി. ഈ പാട്ടിൽ ഇപ്പൊ ഒരുപാട് പേര് പാട്ട് ഉണ്ടാക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, റാപ്പ് സോങ്സ് ഒരുപാട് പേരുണ്ട്. പക്ഷെ വേടനെ പോലെ അല്ലെങ്കിൽ വേടനെ അത്രയുള്ള വരികളും ആ ഒരു സംഭവങ്ങളൊന്നും മറ്റുള്ളവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് താങ്കൾ ഇത്രയും പേര് ഫോളോ ചെയ്യുന്നത്. അപ്പൊ താങ്കൾക്കും കഴിവുണ്ട്, വിനായകൻ ചേട്ടനും കഴിവുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ലൈഫ് ഇനിയെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും നല്ലതായിരിക്കും. അവർക്ക് ആ ഒരു വിഷമം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും